الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم وأقم الصلاة إن الصلاة تنهى عن الفحشاء والمنكر رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും പാലിച്ചുകൊണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആലയെ യഥാവിധം സൂക്ഷിക്കേണ്ട മുറപ്രകാരത്തിൽ സൂക്ഷിച്ചുകൊണ്ട് തഖ്വയോടുകൂടി ജീവിതം നയിക്കണമെന്ന് ആദ്യമായി സ്വന്തം നഫ്സിനോടും തുടർന്ന് നിങ്ങളോട് ഓരോരുത്തരോടും അള്ളാഹുവിൻ്റെ ദീനിൻ്റെ പേരിൽ വസിയത്ത് നൽകുകയാണ്. അള്ളാഹു തആല നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും അവൻ്റെ ഉന്നതമാകുന്ന സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. നമ്മൾ ഓരോരുത്തരും ദിവസവും കൃത്യമായ നിലക്ക് നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ നമസ്കാരം, ആ നമസ്കാരത്തിന് ഇസ്ലാമിൽ ഉള്ള ശ്രേഷ്ഠതകൾ, ആ നമസ്കാരം മൂലം നമുക്ക് ലഭിക്കുന്ന ഒരുപാട് നേട്ടങ്ങൾ, അതുപോലെ തന്നെ ആ നിസ്കാരം നമ്മൾ ഉപേക്ഷിച്ചാൽ നമുക്കുണ്ടാകുന്ന കഷ്ടങ്ങൾ, നഷ്ടങ്ങൾ, അപകടങ്ങൾ, അതുപോലെ തന്നെ ആ നമസ്കാരത്തിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെ സംബന്ധിച്ചാണ് ഇൻഷാ അള്ളാഹ് ഈ ഒരു ഖുതുബയിൽ പറയുവാൻ ഉദ്ദേശിക്കുന്നു. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഒന്നാമതായി സഹോദരങ്ങളെ, നമസ്കാരം കൊണ്ട് നമുക്ക് ലഭിക്കുന്ന നേട്ടമെന്ന് പറഞ്ഞാൽ നമ്മൾ അള്ളാഹുമായിട്ടാണ് നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അസ്സലാത്തു മുനാജാത്തുൽ മുഅ്മിൻ. നമസ്കാരമെന്ന് പറയുന്നത് അത് ഒരു മുഅ്മിനിൻ്റെ അള്ളാഹുമായിട്ടുള്ള കൂടിക്കാഴ്ചയാണ്, രഹസ്യമായ സംഭാഷണമാണ്. അപ്പോൾ സർവശക്തനായ അള്ളാഹുമായി ഒരു അടിമ നിരന്തരം ബന്ധപ്പെടുമ്പോൾ, കൂടിക്കാഴ്ച നടത്തുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ശക്തരും ആത്മവീര്യമുള്ളവരും നല്ല ധൈര്യവാന്മാരും ആയിത്തീരുക എന്നുള്ളത് സ്വാഭാവികമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല
അപ്രകാരമാണ് നമസ്കാരത്തെ സംബന്ധിച്ച് നമുക്ക് പഠിപ്പിച്ചിട്ടുള്ളത്. അള്ളാഹു പറഞ്ഞിരിക്കുന്നു, ഖസംതു സ്വലാത്ത ബൈനി വബൈന അബ്ദി നിസ്ഫൈൻ. നമസ്കാരത്തെ എൻ്റെയും എൻ്റെ അടിമയുടെയും ഇടയിൽ ഞാൻ പകുതിയാക്കിയിരിക്കുന്നു. പകുതി അവന്, പകുതി എനിക്ക്. വലി അബ്ദി മാ സഅൽ. അവൻ ആ നമസ്കാരത്തിൽ എന്താണോ എന്നോട് ചോദിച്ചു കൊണ്ടിരിക്കുന്നത് അതവന് ഞാൻ നൽകുന്നതാണ് എന്ന് അല്ലാഹു തആല നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. മാത്രമല്ല നമസ്കാരത്തെ സംബന്ധിച്ച് പറഞ്ഞത് അസ്സലാത്തു മിഅ്റാജുൽ മുഅ്മിൻ. നമസ്കാരം എന്ന് പറയുന്നത് ഓരോ മുഅ്മിനിൻ്റെയും മിഅ്റാജ് ആകുന്നു. മിഅ്റാജ് എന്താണെന്ന് നമുക്കറിയാം. മിഅ്റാജ് എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 7 ആകാശത്തേക്ക് പോയി പല കാഴ്ചകളും കണ്ട, പ്രവാചകന് പ്രത്യേകിച്ചും വല്ലാത്ത നഷ്ടങ്ങളുണ്ടായ അബൂ ത്വാലിബിൻ്റെയും ഖദീജ ബീവിയുടെയും മരണവും പിന്നെ ത്വായിഫിൽ നിന്നുള്ള കല്ലേറുമൊക്കെ കൊണ്ട് പ്രവാചകൻ അങ്ങേയറ്റം തളർന്ന സന്ദർഭത്തിൽ അല്ലാഹു തആല അദ്ദേഹത്തിന് മിഅ്റാജ് നൽകി, നല്ല ആത്മധൈര്യം നൽകിയ ഒരു സംഭവമാണ് മിഅ്റാജ്. ആ മിഅ്റാജ് ഓരോ മുഅ്മിനിൻ്റെയും നമസ്കാരത്തിലൂടെ അവൻ അല്ലാഹുമായിട്ട് കണ്ടുമുട്ടുകയാണ് എന്ന് പറയുമ്പോൾ ഇതിലൂടെയും നമുക്ക് വല്ലാത്തൊരു ആത്മധൈര്യവും ശക്തിയും ഈ നമസ്കാരത്തിലൂടെ ലഭിക്കുന്നു എന്നുള്ളതാണ് ഒന്നാമത്തത്. ഇനി രണ്ടാമത്തെ കാര്യം, നമുക്ക് നമസ്കാരത്തിലൂടെ നല്ല ആത്മസംതൃപ്തി, സന്തോഷം, ഐശ്വര്യം, എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്നത് സന്തോഷത്തോടുകൂടി മനസമാധാനത്തോടുകൂടി ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. അത് ഈ നമസ്കാരത്തിൽ ലഭിക്കുന്നു. നമസ്കാരത്തെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് വഅഖിമിസ് സ്വലാത്ത ലിദിക്രി. എന്നെ സ്മരിക്കാൻ വേണ്ടി, എന്നെ ഓർക്കാൻ വേണ്ടി നിങ്ങൾ നമസ്കാരം മുറപ്രകാരം നിർവഹിക്കുക. മനുഷ്യന് സമാധാനം കിട്ടുന്നത് അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. മനുഷ്യൻ്റെ മനസ്സുകൾക്ക് ശാന്തത കിട്ടുന്നത് അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ കൊണ്ട് മാത്രമാണ്. അപ്പോൾ ആ ഓർമ്മ നമസ്കാരത്തിലൂടെ നാം അള്ളാഹുവിനെ ഓർക്കുന്നു, അതിലൂടെ നമുക്ക് സമാധാനം കിട്ടുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് വജുഇലത് ഖുർറതു ഐനി ഫിസ്സലാ. എൻ്റെ കൺകുളിർമ, എൻ്റെ സന്തോഷം നമസ്കാരത്തിലാണ്. പ്രവാചകൻ ഒരിക്കൽ പറഞ്ഞു, യാ ബിലാൽ അഖിമിസ്സലാ അരിഹ്നാ ബിഹാ. ഓ ബിലാൽ, നമസ്കാരം കൊണ്ടുവരൂ, സമാധാനം കൊണ്ടുവരൂ. നമസ്കാരത്തിന് വേണ്ടി ഇഖാമത്ത് വിളിക്കൂ, എന്നിട്ട് സമാധാനം കൊണ്ടുവരൂ. ഇതെല്ലാം നമുക്ക് അറിയിച്ചു നൽകുന്ന നമസ്കാരം നമുക്ക് ശാന്തതയും സമാധാനവും ഐശ്വര്യവും നൽകും എന്നുള്ളതാണ്. അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, വസബ്ബിഹ് ബിഹംദി റബ്ബിക ഖബ്ല തുലൂഇ ശംസി വഖബ്ല ഗുറൂബിഹാ വമിൻ ആനാഇൽ ലൈലി ഫസബ്ബിഹ് വഅത്റാഫൻ നഹാരി ലഅല്ലക തർളാ. ഓ നബിയേ, താങ്കൾ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പും സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പും താങ്കളുടെ റബ്ബിനെ സ്തുതിക്കുന്നതോടൊപ്പം അവൻ്റെ മഹത്വം നീ പ്രകീർത്തിക്കുക, പരിശുദ്ധിയെ വാഴ്ത്തുക. രാത്രിയുടെ ചില നാഴികകളിലും പകലിൻ്റെ ചില സമയങ്ങളിലും അവൻ്റെ പരിശുദ്ധിയെ വാഴ്ത്തുക. ലഅല്ലക തർളാ. നിനക്ക് ആത്മസംതൃപ്തി കൈവന്നേക്കാം, നിനക്ക് മനസ്സിന് റാഹത്ത്, സംതൃപ്തി കൈവന്നേക്കാം എന്ന് അല്ലാഹു തആല പറഞ്ഞു. ഇനി മൂന്നാമത്തത്, നമസ്കാരം കൊണ്ട് നമുക്ക് ലഭിക്കുന്ന നേട്ടം, നമ്മൾ ചെയ്തു കൂട്ടിയ ചെറിയ ചെറിയ പാപങ്ങളെല്ലാം അല്ലാഹു ഈ നമസ്കാരം മൂലം നമുക്ക് ശുദ്ധീകരിച്ചു പുറത്തു മാപ്പാക്കി നൽകുന്നു എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ സ്വഹാബികളോട് ചോദിച്ചു, നിങ്ങളുടെ വീട്ടിൻ്റെ മുന്നിലൂടെ ഒരു നദി അതിങ്ങനെ ഒഴുകുന്നു എന്ന് വെക്കുക, അതിൽ ഇറങ്ങിക്കൊണ്ട് നിങ്ങൾ 5 നേരം നന്നായിട്ട് കുളിക്കുന്നു എന്ന് സങ്കല്പിക്കുക, എങ്കിൽ ഹൽ യബ്ഖാ മിൻ ദർനിഹി ഷൈ, നിങ്ങളുടെ ശരീരത്തിൽ വല്ല മാലിന്യവും ബാക്കിയാകുമോ? അവർ പറഞ്ഞു, ലാ യബ്ഖാ മിൻ ദർനിഹി ഷൈ, ഇല്ല നബിയെ, അങ്ങനെ 5 നേരം കുളിച്ചാൽ ഒരിക്കലും ഒരാളുടെയും ശരീരത്തിൽ ഒരു മാലിന്യവും ബാക്കിയാവുകയില്ല എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഫദാലിക മസലുസ് സ്വലവാത്തുൽ ഖംസ് യംഹുല്ലാഹു ബിഹിന്നൽ ഖതായ. എങ്കിൽ ഇതാണ് 5 നേരത്തെ നമസ്കാരത്തിൻ്റെ ഉദാഹരണം. അതുമൂലം അല്ലാഹു നിങ്ങളുടെ പാപങ്ങളെ മായ്ച്ചു കളയുന്നു എന്ന് റസൂലുള്ളാഹി
സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മറ്റൊരിക്കൽ പ്രവാചകൻ പറഞ്ഞു, അസ്സലാത്തുൽ ഖംസു വൽ ജുമുഅത്തി ഇലൽ ജുമുഅ വറമളാനു ഇലാ റമളാൻ കഫാറത്തുൽ ലിമാ ബൈനഹുന്ന മാലം തഖ്ശുൽ കബായിർ. ഒരു 5 നേരത്തെ നമസ്കാരം ഒരു ജുമുഅ മുതൽ മറ്റൊരു ജുമുഅ, അതുപോലെ ഒരു ജുമുഅ മുതൽ മറ്റൊരു ജുമുഅ 5 നേരം നമസ്കാരം, ഇത് നിങ്ങൾ വലിയ പാപങ്ങൾ വർജിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ചെറിയ ചെറിയ പാപങ്ങളെല്ലാം അല്ലാഹു തആല ഈ ഒരു നമസ്കാരത്തിലൂടെയും ഒരു ജുമുഅ മുതൽ മറ്റൊരു ജുമുഅ വരേക്കുമുള്ള ആ ഒരു ജുമുഅയും ഒരു റമളാൻ മുതൽ മറ്റൊരു റമളാൻ വരെ നിങ്ങൾ നോമ്പ് അനുഷ്ഠിക്കുന്നത് നിങ്ങൾക്ക് അതിനിടയിലുള്ള പാപങ്ങൾക്കുള്ള പരിഹാരമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നു. അപ്പോൾ നമ്മൾ നമസ്കരിക്കുന്ന ഈ 5 നേരത്തെ നമസ്കാരം അത് നമ്മുടെ പാപങ്ങളെയെല്ലാം മായിച്ചു കളയും. വലിയ വലിയ ശിർക്ക് പോലോത്ത, മാതാപിതാക്കളെ ധിക്കരിക്കുക എന്നതുപോലോത്ത വൻ പാപങ്ങൾ നമ്മൾ വർജിക്കുകയാണെങ്കിൽ, ഉപേക്ഷിക്കുകയാണെങ്കിൽ, ചെറു പാപങ്ങൾ നമ്മുടെ ഈ 5 നേരത്തെ നമസ്കാരം കൊണ്ട് അല്ലാഹു തആല മാപ്പാക്കി തരുന്നുണ്ട്. ഇനി 4-ാമത്തെ ഗുണം, നമുക്ക് നമ്മുടെ പാപങ്ങളിൽ നിന്നും രക്ഷ നേടാനുള്ള, പാപത്തിലേക്ക് പോകാതെ, തെറ്റിലേക്ക് പോകാതെ മനുഷ്യനെ തടുത്തു നിർത്തുന്ന ഒരു പരിചയാണ് നമസ്കാരം എന്ന് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വഅഖിമിസ്സലാം ഇന്നസ്സലാത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. നിങ്ങൾ നമസ്കാരം മുറപ്രകാരം നിർവഹിക്കുക, തീർച്ചയായിട്ടും നമസ്കാരം അത് തൻഹ തടയുന്നു, അനിൽ ഫഹ്ശാഇ വൽ മുൻകർ, എല്ലാ നീചവൃത്തിയിൽ നിന്നും, എല്ലാ മനുഷ്യൻ ചെയ്യുന്ന നിഷിദ്ധമായ ഹറാമായ വെറുക്കപ്പെട്ട സകല കർമ്മങ്ങളിൽ നിന്നും മനുഷ്യനെ നമസ്കാരം തടയുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സ്ഥലത്ത് പറഞ്ഞു. മറ്റൊരു സ്ഥലത്ത് അല്ലാഹു തആല പറഞ്ഞു, ഫഖലഫ മിൻ ബഅദിഹിം ഖൽഫുൻ അല്ലാഉസ് സ്വലാം വത്തബഉ ശഹവാത് ഫസൗഫ യൽഖൗന ഗയ്യ. ആ തലമുറയ്ക്ക് ശേഷം വീണ്ടും ഒരു തലമുറ വന്നു. ഒരു സമൂഹം കഴിഞ്ഞുപോയി, പിന്നീട് അവരുടെ മക്കൾ വന്നു, പുതുതലമുറ വന്നു. ആ തലമുറ അല്ലാഉസ് സ്വലാ, നമസ്കാരത്തെ അവർ ഉപേക്ഷിച്ചു, അവർ പാഴാക്കിക്കളഞ്ഞു. തന്മൂലം അവർ വത്തബഉ ശഹവാത്, സ്വന്തം ദേഹേച്ഛ അനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ തുടങ്ങി. മനുഷ്യൻ്റെ മനസ്സ് ആഗ്രഹിക്കുന്നത് പോലെ അവർ ജീവിക്കാൻ തുടങ്ങി. ഫസൗഫ യൽഖൗന ഗയ്യ, അതുകൊണ്ട് തന്നെ അവർ ദുർമാർഗത്തിൻ്റെ ഫലം കണ്ടെത്തി. ദുർമാർഗത്തിലേക്ക്, എല്ലാ നീചവൃത്തിയിലേക്കും അവർ ചെന്നു ചാടി എന്ന് പറയുമ്പോൾ നമ്മുടെ മക്കളൊക്കെ തെറ്റിലേക്ക് പോകുന്നത് എന്തുകൊണ്ടാണ്? നമസ്കാരം ഉപേക്ഷിച്ചു അവർ. പിന്നീട് അവർ പിൻപറ്റുന്നത് സ്വന്തം ദേഹേച്ഛയാണ്. അതുകൊണ്ട് തന്നെ ഒരിക്കലും അവർക്ക് സന്മാർഗത്തിൽ സഞ്ചരിക്കാൻ കഴിയില്ല, ദുർമാർഗത്തിലൂടെ മാത്രമേ പോവുകയുള്ളൂ എന്ന് അല്ലാഹു തആല പറയുന്നു. അപ്പോൾ നമസ്കാരം നമ്മെ എല്ലാ നീചവൃത്തിയിൽ നിന്നും, എല്ലാ വെറുക്കപ്പെട്ട കർമ്മങ്ങളിൽ നിന്നും അല്ലാഹു നമ്മെ തടയുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ നമ്മൾ ചിന്തിച്ചേക്കും, ഇന്ന് നമസ്കരിക്കുന്ന ആളുകളാണല്ലോ എല്ലാ തെമ്മാടിത്തരങ്ങളും ചെയ്യുന്നത്. നമസ്കരിച്ചുകൊണ്ട് പുറത്തിറങ്ങുന്ന മനുഷ്യൻ കച്ചവടം ചെയ്യുന്നു, അതിൽ കളവ് പറയുന്നു, അതുപോലെ തന്നെ വഞ്ചന നടത്തുന്നു, വഞ്ചിക്കുന്നു. മറ്റുള്ള ആളുകളുടെ ഗീബത്തും നമീമത്തും പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ തന്നെ പറയാൻ തുടങ്ങുന്നു. ലഹരി പദാർത്ഥങ്ങൾ, ബീഡിയും സിഗരറ്റും തുടങ്ങിയിട്ടുള്ള എന്തൊക്കെ ലഹരിയുണ്ടോ അതെല്ലാം ഈ നമസ്കരിക്കുന്ന മനുഷ്യനാണല്ലോ ചെയ്യുന്നത്. ഇത് അള്ളാഹു പറഞ്ഞത് കളവല്ലേ എന്നൊരു പക്ഷെ നാം ചിന്തിച്ചെങ്കിൽ ഒരിക്കലുമല്ല. അള്ളാഹു പറഞ്ഞത് ഒരിക്കലും കളവല്ല, മറിച്ച് നമ്മൾ നമസ്കരിക്കുന്ന നമസ്കാരം അള്ളാഹു പറഞ്ഞതുപോലെയുള്ള നമസ്കാരമായിട്ടില്ല. എന്തുകൊണ്ട്? നമ്മൾ നമസ്കരിക്കുന്നു യാന്ത്രികമായി, നമ്മുടെ ശരീരം മാത്രമാണ് പള്ളിയിലുള്ളത്, നമ്മുടെ മനസ്സ് എവിടെയോ അലഞ്ഞുകൊണ്ടിരിക്കുന്നു. അശ്രദ്ധമായ നമസ്കാരം. നമ്മുടെ കൂട്ടത്തിൽ ആരെങ്കിലും കള്ളു കുടിച്ച് നമസ്കരിക്കുന്നവരുണ്ടോ? ഒരാളും അങ്ങനെ നമ്മൾ കള്ളു കുടിച്ച് നമസ്കരിക്കാറില്ല.
പക്ഷേ കള്ള് കുടിച്ച് നമസ്കരിച്ച വിശ്വാസികളുണ്ടായിരുന്നു നബിയുടെ കാലത്ത്. എന്ന് വച്ചാൽ ആരും ഞെട്ടേണ്ടതില്ല, ആദ്യകാലത്ത് കള്ള് മദ്യം ഹറാമാക്കിയിരുന്നില്ല. അത് ഘട്ടം ഘട്ടമായിട്ടാണ് കള്ള് ഹറാമാക്കിയത്. അപ്പോൾ നിസ്കാരം നിർബന്ധമായപ്പോൾ അന്ന് ചില സ്വഹാബികളൊക്കെ കള്ളു കുടിച്ച് നമസ്കരിക്കാൻ തുടങ്ങി. അവർ നമസ്കാരത്തിൽ ഓതുന്നത് അങ്ങ് തെറ്റിക്കാൻ തുടങ്ങി. അപ്പോൾ അല്ലാഹു തആല പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു ലാ തഖറബുസ്സലാത്ത് വഅൻതും സുകാറ ഹത്താ തഅലമു മാ തഖൂലൂൻ. സത്യവിശ്വാസികളെ, നിങ്ങൾ ലഹരി ബാധിച്ചവരായിക്കൊണ്ട് നമസ്കാരത്തിലേക്ക് പ്രവേശിക്കരുത്. നിങ്ങൾ എന്താണ് പറയുന്നതെന്ന് നിങ്ങൾ അറിയുന്നത് വരെ, നിങ്ങൾ നമസ്കാരത്തിൽ എന്താണ് പറയുന്നത് നിങ്ങൾ അറിയുന്നത് വരെ നിങ്ങൾ നമസ്കാരത്തിലേക്ക് ലഹരി ബാധിച്ചിട്ട് പ്രവേശിക്കരുതെന്ന് അല്ലാഹു തആല പറഞ്ഞു. അതുകൊണ്ടാണ്. എന്നാൽ സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ ബോധമില്ലാതെ നമസ്കരിച്ചാൽ നമ്മൾ എന്താണ് പറയുന്നത്, ഫാത്തിഹയിലൂടെ, റുക്കൂയിലൂടെ, സുജൂദിലൂടെ എന്താണ് ഞാനിത് പറയുന്നത് എൻ്റെ റബ്ബിനോടെന്നറിയാതെ നമ്മൾ നമസ്കരിച്ചാൽ വാസ്തവത്തിൽ ബോധമില്ലാതെ മദ്യപിച്ച് നമസ്കരിക്കുന്നവനെ പോലെയാണ്. അത്തരം നമസ്കാരക്കാർക്കാകുന്നു നാശമെന്ന് അല്ലാഹു തആല പറഞ്ഞു. ഫവൈലുൽ ലിൽ മുസല്ലീൻ അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ അല്ലദീന ഹും യുറാഊൻ. നിസ്കരിക്കുന്നവർക്കാണ് നാശം. അല്ലദീന, അവർ ആരാണ്? ഹും സ്വലാത്തിഹിം സാഊൻ അൻ സ്വലാത്തിഹിം സാഊൻ, അവർ അവരുടെ നമസ്കാരത്തിൽ ശ്രദ്ധയില്ലാത്തവരാകുന്നു. മാത്രമല്ല അവർ ജനങ്ങളെ കാണിക്കാൻ വേണ്ടി നമസ്കരിക്കുന്നവരാണ്. അപ്പോൾ ഏത് രൂപത്തിലാണ് നമ്മൾ നമസ്കരിക്കേണ്ടത്? ഭക്തിയോടുകൂടി, ഞാൻ എൻ്റെ റബ്ബിൻ്റെ മുന്നിലാണ് നിൽക്കുന്നത്, റബ്ബുമായിട്ടുള്ള സംഭാഷണത്തിലാണ് എന്ന രൂപത്തിൽ ഭക്തിയോടുകൂടി, ഖുശൂഅോടുകൂടി, അള്ളാഹുവിൻ്റെ ഓർമ്മ മാത്രം ബാക്കിയുള്ള എല്ലാ ഭൗതിക ചിന്തകളും ഒഴിവാക്കി ഭക്തിയോടുകൂടി നമസ്കരിച്ചാൽ മാത്രമാണ് നമ്മുടെ നമസ്കാരം യഥാർത്ഥത്തിലുള്ള നമസ്കാരമാവുക. അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത്, ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. സത്യവിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു, അവർ അവരുടെ നമസ്കാരത്തിൽ ഖുശൂ ഉള്ളവരാണ്, ഭക്തിയുള്ളവരാണ്. സത്യവിശ്വാസികൾ മാത്രമാണ് ഭക്തിയോടുകൂടി, ശ്രദ്ധയോടുകൂടി നമസ്കരിക്കുന്നത് എന്നുള്ളതാണ് ഇതിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വന്നത്. നമ്മൾ യഥാർത്ഥമായ രൂപത്തിൽ നമസ്കരിച്ചാൽ നമ്മളെ ഈ നമസ്കാരം എല്ലാ നിഷിദ്ധമായ കർമ്മത്തിൽ നിന്നും, തോന്നിവാസത്തിൽ നിന്നും, തെറ്റിൽ നിന്നെല്ലാം നമ്മെ രക്ഷപ്പെടുത്തും ഈ നമസ്കാരം എന്നുള്ളതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ വാഗ്ദാനം. ഇനി സഹോദരങ്ങളെ, ഈ നമസ്കാരം നമ്മൾ ഉപേക്ഷിച്ചാൽ, എത്രയോ ആളുകളുണ്ട് മുസ്ലിമായിട്ട്, അവരുടെ പേര് കൊണ്ട് മാത്രമാണ് അവർ മുസ്ലിം, പക്ഷെ നമസ്കരിക്കാറില്ല, നമസ്കാരം ഉപേക്ഷിച്ച ആളുകൾ. അത്തരം ആളുകൾക്ക് ഒന്നാമതായി അവർ അറിയാനുള്ളത്, അവർക്ക് ഇസ്ലാമിൽ ഒരു സ്ഥാനവുമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ അഹ്ദുല്ലദീ ബൈനനാ വബൈനഹും അസ്സലാ ഫമൻ തറകഹാ ഫഖദ് കഫറ. നമ്മുടെയും അവരുടെയും ഇടയിലുള്ള കരാർ, അഥവാ നമ്മുടെയും സത്യനിഷേധികളായ കാഫിറുകളുടെയും ഇടയിലുള്ള കരാർ, അത് നമസ്കാരമാണ്. ആരെങ്കിലും ആ നമസ്കാരം ഉപേക്ഷിച്ചാൽ ഫഖദ് കഫറ, അവൻ കാഫിറായി പോയി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മറ്റൊരിക്കൽ പ്രവാചകൻ പറഞ്ഞു, ബൈന റജുലി വബൈന ശിർക്കി വൽ കുഫർ തർക്കുസ്സലാ. ഒരു മനുഷ്യന്റെയും ശിർക്കിന്റെയും കുഫറിന്റെയും ഇടയിലുള്ളത് നമസ്കാരമാണ്. ആ നമസ്കാരം ഉപേക്ഷിച്ചാൽ അവൻ ഒന്നുകിൽ മുശ്രിക്കായി അല്ലെങ്കിൽ കാഫിറായി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അപ്പോൾ സഹോദരങ്ങളെ, വലിയ ഗൗരവമുള്ള വിഷയമാണ്. നമ്മൾ ഇസ്ലാമിൽ നിന്ന് പുറത്താക്കുന്ന ഒരു കാര്യമാണ് ഈ നമസ്കാരം നാം ഉപേക്ഷിക്കുക എന്നുള്ളത്. രണ്ടാമത്തത്, നമസ്കാരം ശരിയാവാത്തവന്റെ അല്ലെങ്കിൽ നമസ്കരിക്കാത്തവന്റെ ബാക്കിയുള്ള ഒരു കർമ്മങ്ങളും ഒരു അമലുകളും അല്ലാഹു തആല പരിഗണിക്കുകയില്ല, നോക്കുകയേയില്ല. ഒരുപക്ഷെ അവൻ ഒരുപാട് ഹജ്ജ് ചെയ്തിട്ടുണ്ടാകും, അവന്റെ സമ്പത്ത് മുഴുവനും അല്ലാഹുവിന്റെ മാർഗത്തിൽ ദാനം ചെയ്തിട്ടുണ്ടാകും, നോമ്പനുഷ്ഠിച്ചിട്ടുണ്ടാകും. പക്ഷെ നമസ്കാരം അത് ശരിയായിട്ടില്ലെങ്കിൽ
അവൻ പരാജയപ്പെടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇന്ന അവ്വല മാ യുഹാസബു ബിഹിൽ അബ്ദു യൗമൽ ഖിയാമത്തി മിൻ അമലിഹി സ്വലാത്തുഹു. നാളെ പരലോകത്ത് ഖിയാമത്ത് നാളിൽ ആദ്യമായി ഒരു അടിമയോട് അല്ലാഹു തആല അവന്റെ കർമ്മങ്ങളെ കുറിച്ച് ചോദിക്കുമ്പോൾ ആദ്യം ചോദിക്കുന്നത് സ്വലാത്തുഹു, അവന്റെ നമസ്കാരത്തെ കുറിച്ചായിരിക്കും. ഫഇൻ സ്വലഹത് ഫഖദ് അഫ്ലഹ വ അൻജഹ. ആ നമസ്കാരത്തിന്റെ വിഷയത്തിൽ അവൻ നന്നായാൽ, അല്ലെങ്കിൽ നമസ്കാരം നന്നായാൽ അവൻ വിജയിച്ചിരിക്കുന്നു, അവൻ രക്ഷപ്പെട്ടിരിക്കുന്നു. വ ഇൻ ഫസദത്, ഇനി ഫസാദിലായാൽ, കുഴപ്പത്തിലായാൽ ഫഖദ് ഖാബ വ ഖസിറ, അവൻ നഷ്ടക്കാരുടെ കൂട്ടത്തിലായിരിക്കുന്നു, അവൻ പരാജിതരുടെ കൂട്ടത്തിലായിരിക്കുന്നു. വലിയ ഗൗരവമുള്ള വിഷയമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ ഓരോരുത്തരും ഹാസിബു, ഉമർ റളിയല്ലാഹു പറഞ്ഞതുപോലെ നിങ്ങൾ നാളെ പരലോകത്ത് വിചാരണ ചെയ്യപ്പെടുന്നതിന് മുമ്പ് നിങ്ങളെ തന്നെ ആദ്യം ദുനിയാവിൽ വിചാരണ ചെയ്യണം. ഈ നമസ്കാരത്തിൻ്റെ വിഷയത്തിൽ ഞാൻ എങ്ങനെയാണ്, എൻ്റെ നമസ്കാരം എങ്ങനെയാണ്, ഞാൻ വിജയിക്കുമോ എന്ന് നമ്മൾ ഓരോരുത്തരും മറ്റുള്ളവൻ്റെ നേർക്ക് വിരൽ ചൂണ്ടുന്നതിന് മുമ്പ് നമ്മളെക്കുറിച്ച് ഓർക്കുക. ഇന്ന് പല ആളുകളുടെ നമസ്കാരം, ചില ആളുകൾക്ക് 4 വക്ത് നമസ്കാരമാണ്, അഥവാ സുബഹിക്ക് പള്ളിയിൽ ഉണ്ടാവൂല, ബാക്കി എല്ലാ വക്തിലും ഉണ്ടാകും. ചില ആളുകൾക്ക് അസ്ർ നമസ്കാരമില്ല, അവർ കച്ചവട തിരക്കായതുകൊണ്ട് മഗ്രിബിൻ്റെ ഒരു 10 മിനിറ്റ് മുമ്പ് പള്ളിയിലേക്ക് വരും. എന്നിട്ട് കോഴി കൊത്തിയതുപോലെ പെട്ടെന്ന് നമസ്കരിച്ച് അതേ ഒളുയിൽ മഗ്രിബ് നമസ്കരിച്ച്, ഒരു ഒളുയിൽ 2 നമസ്കാരം, ഒരു വെടിക്ക് 2 പക്ഷി. ഇങ്ങനെ വ്യത്യസ്തമായ രൂപത്തിൽ നമുക്ക് തോന്നിയതുപോലെ സമയം നിശ്ചയിച്ച് നമസ്കരിക്കാൻ അല്ലാഹു തആല അനുവദിച്ചിട്ടില്ല. ഈ നമസ്കാരം അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് കൃത്യമായ സമയം നിശ്ചയിച്ചു. ഫഅഖീമുസ്സലാഹ്, നിങ്ങൾ നമസ്കാരം മുറപ്രകാരം നിർവഹിക്കണം. ഇന്നസ്സലാത്ത കാനത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത, നിശ്ചയമായിട്ടും മുഅ്മിനീങ്ങളുടെ മേൽ നാം ഈ നമസ്കാരത്തെ നിർബന്ധമാക്കിയിരിക്കുന്നു. എങ്ങനെ? തോന്നിയതുപോലെയല്ല, കിതാബൻ മൗഖൂത, വഖ്ത് നിശ്ചയിച്ച്, സമയബന്ധിതമാക്കിക്കൊണ്ട് ഇന്ന സമയത്ത് നിസ്കരിക്കണം. സുബഹിക്ക് മുമ്പ് ഫജ്ർ നമസ്കരിക്കണം, സൂര്യൻ നേരത്തെ പറഞ്ഞതുപോലെ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് നിസ്കരിക്കണം, ളുഹർ നമസ്കരിക്കണം. അങ്ങനെ ഓരോന്നിന്റെ സമയം നിശ്ചയിച്ചിരിക്കുന്നു. ആ സമയത്ത് നിസ്കരിച്ചാൽ മാത്രമാണ് അല്ലാഹു തആല കബൂൽ ചെയ്യുക. അല്ലാത്തവൻ, സുബഹി ഖളാ ചെയ്യുന്നവൻ, സുബഹി നമസ്കരിക്കാതെ കിടന്നുറങ്ങുന്നവൻ, അവൻ വളരെ ഗൗരവത്തിൽ ചിന്തിക്കണം, അവന്റെ ഈമാൻ ശരിയായിട്ടില്ല, അവൻ മുനാഫിഖുകളുടെ പട്ടികയിലാണ്. സുബഹി നമസ്കരിക്കാൻ ഭാരമുള്ളവർ, എഴുന്നേൽക്കാൻ കഴിയാത്തവർ, പള്ളിയിലേക്ക് ജമാഅത്തിലേക്ക് സുബഹിക്ക് വരാതെ കിടന്നുറങ്ങുന്നവർ, അവന്റെ ഉള്ളിൽ നിഫാഖുണ്ട്. ഞാൻ പറഞ്ഞതല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സുബഹി ജമാഅത്തും ഇശാ ജമാഅത്തും കപടന്മാർക്ക് ഏറ്റവും ഭാരമുള്ള നമസ്കാരമാണ്. ആർക്ക്? കപടവിശ്വാസികൾക്ക്. ആ കപടവിശ്വാസികൾക്ക് അല്ലാഹു തആല പറഞ്ഞത് ഫിദ്ദർക്കിൽ അസ്ഫലി മിനന്നാർ, നരകത്തിന്റെ അടിത്തട്ടാണ്. ഏറ്റവും വലിയ കാഠിന്യമുള്ള ശിക്ഷ നരകത്തിന്റെ അടിയിലാണ്. ആ നരകത്തിന്റെ അടിയിലാണ് മുനാഫിഖുകൾ. ആ മുനാഫിഖുകൾക്ക് ഇശാ ജമാഅത്തും സുബഹി ജമാഅത്തിനേക്കാൾ ഭാരമുള്ള ഒരു നമസ്കാരവുമില്ല. ആ നമസ്കാരത്തിന്റെ മഹത്വം എങ്ങാനും അവർ അറിഞ്ഞിരുന്നുവെങ്കിൽ അവർ ഇഴഞ്ഞിട്ടെങ്കിലും പള്ളിയിലേക്ക് വരുമായിരുന്നു. ഇഴയുക എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ പാമ്പിനെ കണ്ടിട്ടുണ്ട്. പാമ്പ് എങ്ങനെയാണ് വരിക? ഇഴഞ്ഞിട്ടാണ്. അപ്പൊ കാല് ചലിപ്പിക്കാൻ കഴിയുന്നില്ല, എങ്കിലും അവൻ കാലില്ലാതെ മുട്ടിൽ ഇഴഞ്ഞ് പള്ളിയിലേക്ക് വരുമായിരുന്നു എന്ന് പറയുമ്പോൾ, സഹോദരങ്ങളെ, ഈ സുബഹിയുടെ ജമാഅത്തിന്റെ മഹത്വം എത്രയാണെന്ന് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. ഇനി നമസ്കാരം ഉപേക്ഷിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ടത്, നാളെ പരലോകത്ത് അവർ വരുന്നത് ഏറ്റവും വലിയ കാഫിറുകളായ ഫിർഔൻ, ആ ഫിർഔന്റെ കൂട്ടാളിയായ ഹാമാൻ, ഖാറൂൻ തുടങ്ങിയിട്ടുള്ള ധിക്കാരികളായ
കൊടും പാപികളായ കാഫിറുകളായ ആളുകളോടൊപ്പമാണ് നാളെ പരലോകത്ത് അവർ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക. അവരോടൊപ്പം നരകത്തിലായിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മൻ ഹാഫള അലൈഹാ കാനത് ലഹു നൂറൻ വ ബുർഹാനൻ വ നജാതൻ യൗമൽ ഖിയാമ. ആരൊരുത്തൻ ഈ നമസ്കാരത്തെ കാത്തു സൂക്ഷിച്ചുവോ അവന് അത് പ്രകാശമാണ്, ദുനിയാവിലും പ്രകാശമാണ്, ആഖിറത്തിലും പ്രകാശമാണ്. നമസ്കരിക്കുന്നവന്റെ മുഖം നോക്കിയാൽ അറിയാം, നല്ല വെട്ടിത്തിളങ്ങുന്ന പ്രകാശമുള്ള മുഖം. നമസ്കാരം പ്രകാശമാണ്, അത് പരലോകത്തും ദുനിയാവിലും. അതുപോലെ അത് ബുർഹാനാണ്, തെളിവാണ്, പ്രമാണമാണ്. നീ മുസ്ലിമാണ് എന്നതിന് എന്താണ് തെളിവ്? എല്ലാത്തിനും തെളിവാണല്ലോ. നമ്മുടെ സ്ഥലത്തിനും നമ്മുടെ വീടിനും തെളിവ് വേണം, ആധാരം വേണം. അതുപോലെ പരലോകത്തെത്തിയാൽ നീ മുസ്ലിമാണ് എന്നതിന് എന്ത് വേണം? തെളിവ് വേണം. അപ്പോൾ ഈ നമസ്കാരം അത് ബുർഹാനാണ്, തെളിവാണ്, അത് നജാത്താണ്, അഥവാ രക്ഷയാണ്. എന്നാൽ വമൻ ലം യുഹാഫള അലൈഹാ ലം യകുൻ ലഹു ബുർഹാനുൻ വലാ നൂറുൻ വലാ നജാത്തുൻ. എന്നാൽ ഈ നമസ്കാരത്തെ കാത്തു സൂക്ഷിക്കാത്തവന് ഒരു തെളിവുമില്ല, ഒരു പ്രകാശവുമില്ല, ഒരു രക്ഷയുമില്ല. കാന യൗമുൽ ഖിയാമത്തി മഅ ഖാറൂന വഹാമാന വഫിർഔന വഉബയ്യ് ഇബ്നു ഖലഫ്. അവൻ നാളെ പരലോകത്ത് നേരത്തെ പറഞ്ഞതുപോലെ ഫിർഔന്റെ കൂടെ, ഹാമാന്റെ കൂടെ, ഖാറൂന്റെ കൂടെ, ഉബയ്യ് ഇബ്നു ഖലഫ് എന്ന് പറയുന്ന ധിക്കാരികളായ തെമ്മാടികളുടെ കൂടെ ആയിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ ഗൗരവത്തിൽ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. ഇനി നാളെ നരകത്തിലേക്ക് വലിച്ചെറിയുന്ന ആളുകളോട് ചോദിക്കുന്നുണ്ട് സ്വർഗവാസികൾ, എന്താണ് നിങ്ങളെ നരകത്തിലേക്ക് എറിയപ്പെട്ടത്? എന്ത് കാരണം കൊണ്ടാണ് ഈ നരകത്തിലേക്ക് നിങ്ങൾ എത്തിയത്? അനിൽ മുജ്രിമീന മാ സലകകും ഫീ സഖർ ഖാലൂ ലം നകു മിനൽ മുസല്ലീൻ വലം നകു നുത്ഇമുൽ മിസ്കീൻ വകുന്നാ നഖൂദു മഅൽ ഖായിലീൻ വകുന്നാ നുകദ്ദിബു ബിയൗമിദ്ദീൻ ഹത്താ അതാനൽ യഖീൻ. അന്നേ ദിവസം നരകത്തിൽ വലിച്ചെറിയപ്പെട്ട മുജ്രിമീങ്ങളോട്, കുറ്റവാളികളോട് ചോദിക്കും, മാ സലകകും ഫീ സഖർ, ഈ കത്തിക്കാളുന്ന ഈ സഖർ എന്ന് പറയുന്ന ഭയാനകമായ നരകത്തിലേക്ക് എത്തിപ്പെടാൻ എന്താണ് കാരണമായിട്ടുള്ളതെന്ന് ചോദിക്കുമ്പോൾ അവർ പറയും, ഖാലു ലം നകു മിനൽ മുസല്ലീൻ, ഞങ്ങൾ ദുനിയാവിൽ നമസ്കരിക്കുന്നവരുടെ കൂട്ടത്തിലായിരുന്നില്ല. ഒന്നാമത് പറയുന്നത് ഞങ്ങൾ ദുനിയാവിൽ നമസ്കരിക്കുന്നവരുടെ കൂട്ടത്തിലായിരുന്നില്ല. വലം നകു നുത്ഇമുൽ മിസ്കീൻ, രണ്ടാമത് പറയുന്നത് ഞങ്ങൾ മിസ്കീനുകൾക്ക് ഭക്ഷണം കൊടുത്തിരുന്നില്ല. വകുന്നാ നഖൂദു മഅൽ ഖായിലീൻ, തോന്നിവാസത്തിൽ മുഴുകുന്ന ആളുകളോടൊപ്പം ഞങ്ങളും തോന്നിവാസത്തിൽ കളിച്ച് രസിച്ചിങ്ങനെ ജീവിച്ചുപോയി. വകുന്നാ നുകദ്ദിബു ബിയൗമിദ്ദീൻ, ഞങ്ങൾ പരലോകത്തെ നിഷേധിച്ചു തള്ളിയിരുന്നു. ഹത്താ അതാനൽ യഖീൻ, അങ്ങനെ ജീവിക്കുമ്പോഴാണ് ആ ഉറപ്പായ മരണം ഞങ്ങളെ തേടിയെത്തുന്നത്. അങ്ങനെ കളിച്ച് പരലോകം നിഷേധിച്ച് നമസ്കരിക്കാതെ പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാതെ ജീവിക്കുമ്പോഴാണ് ആ ഉറപ്പായ മൗത്ത് ഞങ്ങളിലേക്ക് വന്നതെന്ന് പറയുന്നത്. അപ്പം ആദ്യം പറഞ്ഞെന്താണ്? ഞങ്ങൾ നമസ്കരിക്കുന്നവരുടെ കൂട്ടത്തിലായില്ല. ഇനി സഹോദരങ്ങളെ, നാലാമതായി നാം അറിയേണ്ടത്, ഈ ദുനിയാവിൽ സുജൂദ് ചെയ്യാത്തവർക്ക് അള്ളാഹു നാളെ അവരെ നിന്ദിക്കാൻ വേണ്ടി നാളെ പരലോകത്ത് അവരോട് പറയും, നിങ്ങൾ സുജൂദ് ചെയ്യൂ എന്ന് പറയും. പക്ഷെ അവർക്ക് സുജൂദ് ചെയ്യാൻ കഴിയില്ല. അള്ളാഹു തആല പറഞ്ഞു, യൗമ യുക്ശഫു സാഖിൻ വയുദ്ഔന ഇല സുജൂദി ഫലാ യസ്തതിഊൻ. അന്നേ ദിവസം ഭയാനകമാകുന്ന കണങ്കാൽ വെളിപ്പെടുന്ന ആ ദിവസത്തിൽ സുജൂദ് ചെയ്യാൻ വേണ്ടി അവർ വിളിക്കപ്പെടും. പക്ഷേ ഫലാ യസ്തതിഊൻ, അന്നേ ദിവസം അവർക്ക് സുജൂദ് ചെയ്യാൻ കഴിയുകയില്ല. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, ഖാശിഅതൻ അബ്സാറുഹും തർഹഖുഹും ദില്ല വഖദ് കാനൂ യുദ്ഔന ഇല സുജൂദി വഹും സാലിമൂൻ. അവർ അന്ന് നാണം കെട്ട് കണ്ണുകൾ താഴ്ത്തി, തലകൾ ഇങ്ങനെ താഴ്ത്തി അന്ന് പരലോകത്ത് വരും. അവർക്ക് സുജൂദ് ചെയ്യാൻ കഴിയില്ല. അള്ളാഹു പറയുന്നു, ദുനിയാവിൽ അവർ സുരക്ഷിതമായി ജീവിക്കുന്ന സമയത്ത് അവരെ നമസ്കാരത്തിന് വിളിച്ചിരുന്നു. പക്ഷെ അവർ നമസ്കരിച്ചില്ല. പള്ളിയിൽ നിന്ന് ഹയ്യ അലസ് സ്വലാം, ഹയ്യ അലൽ ഫലാ, നിസ്കാരത്തിലേക്ക് വരൂ, വിജയത്തിലേക്ക് വരൂ എന്ന് 5 നേരം വിളിക്കുമ്പോൾ സുരക്ഷിതമായി നല്ല ആരോഗ്യവും സമ്പത്തും എല്ലാം ഉണ്ടായിട്ടും
അവൻ പള്ളിയിലേക്ക് വന്ന് നമസ്കരിച്ചില്ല. അതുകൊണ്ട് അന്ന് പരലോകത്ത് അവന് ഒരിക്കലും സുജൂദ് ചെയ്യാൻ കഴിയില്ല. ഹദീസിൽ കാണാം, അവൻ ഇങ്ങനെ സുജൂദ് ചെയ്യാൻ ശ്രമിക്കും, കുനിയാൻ ശ്രമിക്കും, പക്ഷേ അവൻ്റെ ശരീരം ഒരു നട്ടെല്ല് പോലെ, അത് വളയാതെ ഒരു മരത്തടി പോലെ ഇങ്ങനെ നിൽക്കും. സുജൂദ് ചെയ്യാൻ സാധ്യമല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന മറ്റൊരു കാര്യം, നമ്മൾ ജമാഅത്തായി നമസ്കരിക്കണം. പള്ളിയിൽ നിന്നാണ് വിളിക്കുന്നത്, അവനെ സുജൂദിന് വേണ്ടി വിളിച്ചിരുന്നു. എവിടെ നിന്ന്? പള്ളിയിലാണ്. അതുകൊണ്ട് പുരുഷന്മാർക്ക് ജമാഅത്ത് നിർബന്ധമാണ്. പല ആളുകൾക്കും അതിനെക്കുറിച്ച് അറിയില്ല. എല്ലാവരും, പല ആളുകളും വീട്ടിൽ വെച്ച് നമസ്കരിക്കുന്നുണ്ട്. ഒരിക്കലും അല്ലാഹു തആല സ്വീകരിക്കുകയില്ല. റസൂലുള്ളാഹി പറഞ്ഞു, ആർക്കെങ്കിലും ബാങ്ക് കേൾക്കാൻ കഴിഞ്ഞ് ആ ബാങ്കിന് ഉത്തരം നൽകാതെ അവൻ നിസ്കരിച്ചാൽ അവന് ഒരിക്കലും നിസ്കാരം അവൻ്റെ ശരിയാവൂല. യാതൊരു കാരണവുമില്ലാതെ ജമാഅത്ത് തെറ്റിക്കുന്നവൻ്റെ നിസ്കാരം അള്ളാഹു സ്വീകരിക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. കണ്ണുകാടാത്ത അന്ധനായ സ്വഹാബിക്ക് പോലും വീട്ടിൽ വെച്ച് നമസ്കരിക്കാൻ അള്ളാഹുവിൻ്റെ റസൂൽ അനുവാദം നൽകിയിട്ടില്ല. എനിക്ക് കണ്ണ് കാണാൻ കഴിയുന്നില്ല, ഒറ്റയ്ക്ക് പള്ളിയിലേക്ക് വരാൻ കഴിയില്ല, നബിയെ ഞാൻ എൻ്റെ വീട്ടിൽ നമസ്കരിച്ചോട്ടെ എന്ന് ചോദിച്ചപ്പോൾ ആദ്യം പറഞ്ഞു നമസ്കരിച്ചോളൂ എന്ന് പറഞ്ഞു. പക്ഷെ തിരിഞ്ഞു പോകുമ്പോൾ ചോദിച്ചു, ബാങ്ക് കേൾക്കുന്നുണ്ടോ? അദ്ദേഹം പറഞ്ഞു കേൾക്കുന്നുണ്ട്. എങ്കിൽ അതിന് ഉത്തരം നൽകുക, പള്ളിയിലേക്ക് വരിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കണ്ണ് കാണുന്നുണ്ട്, ശരീരത്തിന് നല്ല ആരോഗ്യമുണ്ട്, നിമിഷ നേരങ്ങൾ കൊണ്ട് ഏതു സ്ഥലത്തേക്ക് എത്താൻ കഴിയുന്ന വാഹനങ്ങളുണ്ട്, എല്ലാം അള്ളാഹു നൽകിയിട്ട് നമ്മൾ ഈ 5 നേരം നമസ്കാരം ജമാഅത്തായി നിർവഹിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ സന്മാർഗത്തിൽ നിന്നും വ്യതിചലിച്ചു പോവുകയും നാളെ പരലോകത്ത് നഷ്ടക്കാരുടെ കൂട്ടത്തിലായി പോവുകയും ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ രൂപത്തിൽ കൃത്യമായി 5 നേരം നമസ്കരിക്കുന്ന, അതിനെ കാത്തു സൂക്ഷിക്കുന്ന മഹാസൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലി ജമീഇൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വ അലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും പാലിച്ചുകൊണ്ട് യഥാവിധം അല്ലാഹുവിനെ സൂക്ഷിക്കണമെന്ന് ഒരു ആവർത്തി കൂടി ഉപദേശിക്കുകയാണ്, ഉണർത്തുകയാണ്. സർവശക്തനായ അല്ലാഹു തആല നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, നമസ്കാരത്തിൽ നാം ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പറഞ്ഞു പോവുകയാണ്. ഒന്നാമത്തത്, സ്വഫ് കൃത്യമായ നിലക്ക് നമ്മൾ ശരിയാക്കണം. നമ്മുടെ മടമ്പുകാല് ഒരേപോലെയാക്കി നമ്മുടെ കാലും നമ്മുടെ ചുമലും തമ്മിൽ ടച്ച് ചെയ്യുന്ന രൂപത്തിൽ, അങ്ങനെയാണ് നമസ്കരിക്കാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ചത്. അല്ലാത്ത പക്ഷം നിങ്ങൾ ഈ സ്വഫിൽ വിടവ് വെച്ചാൽ, മാറി മാറി നിന്നാൽ നിങ്ങളുടെ ഖൽബിനെ അല്ലാഹു തആല ഭിന്നിപ്പിച്ചു കളയും. അതുകൊണ്ട് നിങ്ങൾ സ്വഫുകൾ നന്നാക്കുക എന്ന് പ്രവാചകൻ വളരെ ഗൗരവത്തിൽ പറഞ്ഞിരുന്ന കാര്യമാണ്. അത് നാം ശ്രദ്ധിക്കുക. രണ്ടാമത്തത്, നമ്മൾ നമസ്കരിക്കുമ്പോൾ തൊട്ടടുത്ത് നിൽക്കുന്ന ഒരാൾക്കും നമ്മളെ ചൊല്ലി ഒരു ഉപദ്രവം ഉണ്ടാകാൻ പാടില്ല. ചില ആളുകൾ നമസ്കാരത്തിൽ സുജൂദിലും റുക്കൂവിലുമൊക്കെ പറയുന്നത് വളരെ ഉച്ചത്തിലാണ്. അങ്ങനെ ഉച്ചത്തിൽ പറയേണ്ട ആവശ്യമില്ല. കാരണം റസൂലുള്ളാഹി പറഞ്ഞു, അള്ളാഹു കാത് കേൾക്കാത്തവനല്ല, ചെവി കേൾക്കാത്തവനല്ല. നിങ്ങൾ മെല്ലെ പതുക്കെ ദുആ ചെയ്താൽ മതി, ദിക്ർ ചൊല്ലിയാൽ മതി. അതുപോലെ ചില ആളുകൾ ഇഖാമത്ത് വിളിക്കുമ്പോൾ ഖദ് ഖാമത്തിസ് സ്വലാ ഖദ് ഖാമത്തിസ് സ്വലാ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോൾ എല്ലാം ഒന്നിച്ചിങ്ങനെ ഉച്ചത്തിൽ പറയുക. അതൊക്കെ നമ്മൾ ഈ ആവേശം പൂണ്ട് നമ്മളുണ്ടാക്കിയതാണ്. ഒരിക്കലും അങ്ങനെ നമുക്ക് തോന്നിയതുപോലെ നമ്മുടെ ഈമാൻ വർദ്ധിക്കുമ്പോൾ ചില കാട്ടിക്കൂട്ടലുകൾ അങ്ങനെയൊന്നുമില്ല. എല്ലാം പഠിപ്പിച്ച രൂപത്തിൽ നമ്മൾ ഓരോരുത്തരും നിർവഹിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ മൂന്നാമത്തെ കാര്യം, നമസ്കാരത്തിന് വേണ്ടി ഇഖാമത്ത് വിളിച്ചാൽ പിന്നീട് ആ ഫർള് നമസ്കാരമല്ലാതെ വേറെ ഒരു നമസ്കാരം നിർവഹിക്കാൻ പാടില്ല. ചില ആളുകൾ സുബഹിക്ക് വരും, സുബഹിക്ക് അവിടെ ഇഖാമത്ത് വിളിക്കും. ആ സന്ദർഭത്തിലാണ് പെട്ടെന്ന് വന്നിട്ട് സുബഹിന്റെ 2 റക്അത്തിന് കൈകെട്ടുന്നത്. ഒരിക്കലും പാടില്ല. പ്രവാചകൻ പറഞ്ഞു, ഇദാ ഉഖീമത്തിസ് സ്വലാത്തു ഫലാ സ്വലാത്ത ഇല്ലൽ മക്തൂബ. നമസ്കാരത്തിന് വേണ്ടി ഇഖാമത്ത് വിളിക്കപ്പെട്ടാൽ പിന്നീട് അവിടെ നിർബന്ധമായ ആ നമസ്കാരമല്ലാതെ വേറെ ഒരു നമസ്കാരവും ഇല്ല.
ഒരുപക്ഷെ നമ്മൾ കൈ കെട്ടിയിട്ടുണ്ടെങ്കിൽ ആ കൈ ഒഴിവാക്കിയിട്ട് പെട്ടെന്ന് ജമാഅത്തിലേക്ക് കൂടണം. ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ ചില ആളുകൾ പുറത്ത് സംസാരിച്ചു കൊണ്ടിരിക്കും. ഇഖാമത്ത് വിളിക്കുമ്പോഴും ഗൗരവമില്ലാതെ പുറത്തിങ്ങനെ സംസാരിച്ച് ഇങ്ങനെ സമയം പാഴാക്കുന്ന ആളുകൾ. നമസ്കരിക്കാൻ പോലും പാടില്ലെങ്കിൽ, ഇഖാമത്ത് വിളിക്കുമ്പോൾ നമസ്കാരം തുടങ്ങുമ്പോൾ ഒരു സുന്നത്ത് നമസ്കരിക്കാൻ പോലും പാടില്ലെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് സംസാരിച്ചാൽ എത്ര ഗൗരവമുള്ള വിഷയമാണ് സഹോദരങ്ങളെ. അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് വന്നുകൊണ്ട് ആ ഇഖാമത്ത് വിളിക്കുമ്പോൾ തന്നെ സഫിൽ നിൽക്കാൻ വേണ്ടിയാണ് നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടത്. അവസാനമായി പറയാനുള്ളത്, നമ്മൾ ഓടിച്ചാടി വരാൻ പാടില്ല. റക്അത്ത് നഷ്ടപ്പെടുമോ എന്ന് പേടിച്ച് ഓടിക്കൊണ്ടുവരും ചില ആളുകൾ. ഒരിക്കലും പാടില്ല. അത് മറ്റുള്ള ആളുകൾക്ക് വിഷമമുണ്ടാക്കുന്ന, അങ്ങനെ ഒരു ഉപദ്രവം ഉണ്ടാക്കുന്ന രൂപത്തിൽ പാടില്ല. പ്രവാചകൻ പറഞ്ഞു, ഇദാ ഉഖീമത്തിസ് സ്വലാത്തു ഫലാ തഅതുഹാ തസ്ഔൻ, നിങ്ങൾ ഇഖാമത്ത് വിളിക്കപ്പെട്ടാൽ ഓടിക്കൊണ്ടുവരരുത്, നിങ്ങൾ ശാന്തമായ നിലക്ക്, വഅതുഹാ തംശൂന അലൈക്കും സകീന, നിങ്ങൾ ശാന്തമായ നിലക്ക് വരിക. എന്നിട്ട് ഇമാമിനോടൊപ്പം എന്താണോ നിങ്ങൾക്ക് കിട്ടുന്നത് അത് നിർവഹിച്ചു കൊള്ളുക. പിന്നീട് ബാക്കിയായത് പിന്നീട് നിങ്ങൾ നമസ്കരിച്ചു കൊള്ളുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ ആ രൂപത്തിൽ നമസ്കാരത്തെക്കുറിച്ച് നന്നായി പഠിക്കുക, അതിനെ നമ്മൾ കാത്തു സൂക്ഷിക്കുക. അത് നമുക്ക് പരലോകത്തുള്ള രക്ഷയാണെന്ന് മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല രൂപത്തിൽ നമസ്കാരത്തെക്കുറിച്ച് പഠിക്കുവാനും അത് മരണം വരെ നിർവഹിക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ സംഭവിച്ച എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു തആല പുറത്തു മാപ്പ് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. ഒരുപാട് രോഗികൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ബാധിച്ച ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ രോഗങ്ങൾക്ക് ശമനം നൽകി പരിപൂർണമായ ആഫിയത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുള്ള ഒരുപാട് ആളുകൾ, അല്ലാഹു തആല അവർക്ക് മഗ്ഫിറത്തും മർഹമത്തും ഏകി നമ്മയും അവരെയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, സൂചിപ്പിക്കാനുള്ളൊരു കാര്യം, നമ്മുടെ മദ്രസയ്ക്ക് വേണ്ടിയിട്ട് ഒരു സ്ഥലം വാങ്ങിയിട്ടുണ്ട്. അതിൻ്റെ വില 60 ലക്ഷമാണ്. അതിന് 30 ലക്ഷം മാത്രമേ വന്നിട്ടുള്ളൂ. ഇനിയും 30 ലക്ഷം ബാക്കിയുണ്ട്. ഒരു സെന്റിന്റെ വില 3.5 ലക്ഷം രൂപയാണെന്ന് അറിയിച്ചിട്ടുണ്ട്. നിങ്ങളെല്ലാവരും, നമുക്ക് നാളെ പരലോകത്ത് നമുക്കൊരു ജാരിയായ സ്വതക്കയാണ്, നമ്മൾ മരിച്ചാലും വന്നുകൊണ്ടേ ഇരിക്കുന്ന ഒരു സ്വതക്കയാണ്. അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും ഇതിനു വേണ്ടി കൈകോർക്കുക, നിങ്ങൾ സഹായം നൽകുക. അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് اللهم اغفر للمؤمنين والمؤمنات اللهم اغفر للمؤمنين والمؤمنات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك أعداء الدين. ربنا اغفر لنا والإخوان الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله على نبينا محمد وعلى آله وصحبه أجمعين.